ഒരാഴ്ച, ഏറിപ്പോയാൽ ഒരു മാസം, അതിൽ കൂടുതലൊന്നും ഈ ഡിസ്പ്ലേക്ക് നിലനിൽപ്പില്ല എന്ന് പ്രതിജ്ഞയെടുത്ത 3 കുട്ടികളുടെ കഥയാണ് ഇന്ന് പറയുന്നത്. ഈ മാസം ഒരാൾ പൊട്ടിക്കുകയാണെങ്കിൽ അടുത്ത മാസം വേറൊരാൾ പൊട്ടിക്കും. അതാണ് ഈ ഒരു ഫോണിന്റെ രീതി, ഒരു കണക്ക്. ഇത് iPhone 11 ഡിസ്പ്ലേ മാറ്റാനായിട്ട് കസ്റ്റമർ ഷോപ്പിൽ കൊണ്ടുവന്നതാണ്. തീരെ കുരുത്തക്കേടില്ലാത്ത 3 കുട്ടികൾ വീട്ടിലുള്ളത് കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹത്തിന് ഇത് തന്നെയാണ് പണി. ഇനി പുതിയ ഫോൺ വാങ്ങി കൊടുക്കുക എന്ന് വെച്ചാലോ, അതിന്റെ അവസ്ഥയും ഇത് തന്നെയാവും. അതുകൊണ്ട് പിന്നെ ആ ഒരു നടപടിയിലേക്ക് പുള്ളിക്കാരൻ നീങ്ങിയില്ല. ഇടയ്ക്കിടയ്ക്ക് പൊട്ടിക്കുന്നത് കൊണ്ട് വലിയ ക്വാളിറ്റിയുള്ള ഡിസ്പ്ലേ ഒന്നും വേണ്ട എന്ന് കസ്റ്റമർ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്. കാരണം ഏറിപ്പോയാൽ ഒരാഴ്ചയോ അല്ലെങ്കിൽ ഒരു മാസമോ അതിനുള്ളിൽ തന്നെ അടുത്ത ഡിസ്പ്ലേ ഇതിന് വേണ്ടി വരും എന്നുള്ളത് അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം. അപ്പോൾ ഈ കഥ കേൾക്കുന്ന നിങ്ങളും ഞാനും അടക്കം സ്വാഭാവികമായും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇങ്ങനെ പൊട്ടിക്കുകയാണെങ്കിൽ വീണ്ടും വീണ്ടും എന്തിനാണ് ഫോണ് റിപ്പയർ ചെയ്ത് കൊടുക്കുന്നത് എന്ന് ഞാൻ ഇത് അദ്ദേഹത്തോട് ചോദിക്കുകയും ചെയ്തു. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ ഫോണ് ഡിസ്പ്ലേ ഒന്ന് നന്നാക്കി കൊടുത്താൽ ഫോണിൻ്റെ ഡിസ്പ്ലേ മാത്രം പൊട്ടുകയുള്ളൂ. പക്ഷേ ഫോൺ നന്നാക്കി കൊടുത്തിട്ടില്ലെങ്കിൽ പലതിൻ്റെയും ഡിസ്പ്ലേ പൊട്ടിയെന്ന് വരാം. അതുകൊണ്ടാണ് ഇത് നന്നാക്കി കൊടുക്കുന്നത് എന്ന്. എന്തായാലും സംഭവം പാക്കാക്കി റെഡിയാക്കി കൊടുത്തു. നിങ്ങളുടെ വീട്ടിലുണ്ടോ ഇങ്ങനെ കുരുത്തക്കേടില്ലാത്ത കുട്ടികൾ?